Hello everyone, welcome to another episode of NEET and Med Talks Unfiltered. This is Radhika Diju, medical student, Calicut Medical College. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി അത്യാവശ്യം സ്പെഷ്യലാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് അറിയാൻ മതിയാവും. ടുഡേ വി ഹാവ് വിത്ത് മീ ഡോക്ടർ റിസിൻ റഹ്മാൻ. ആള് MBBS ഒക്കെ ജോർജിയയിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം FMG ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തിട്ട് ഇപ്പോൾ മമ്പാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. വെൽക്കം ഡോക്ടർ റിസിൻ. നമുക്കൊന്ന് ആദ്യം തന്നെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. എവിടെയായിരുന്നു എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത്? ഹായ്, ഐ എം ഡോക്ടർ റിസിൻ റഹ്മാൻ. മലപ്പുറത്താണ് വീട്. ഞാൻ എൻ്റെ MBBS കഴിഞ്ഞത് ജോർജിയിൽ നിന്നാണ്. ഇപ്പോൾ കറൻ്റ്ലി മമ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എപ്പോഴാണ് ഡോക്ടർ ആവണം എന്നുള്ള ആ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്? പണ്ടത്തെ ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരുന്നോ? ആക്ച്വലി പൊതുവെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവാറ്, പക്ഷേ എൻ്റെ കേസ് ഡിഫറെൻ്റ് ആണ്. എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഡോക്ടർ ആവണം എന്നുള്ള ഡ്രീം വന്നതും അതിലേക്ക് എടുത്തു വെച്ചതും കാര്യം. ഫാമിലിയിൽ ഡോക്ടേഴ്സ് ഉണ്ടോ? എൻ്റെ കസിൻ സിസ്റ്റർ ഡോക്ടറാണ്, റേഡിയോളജിസ്റ്റ് ആണ് ഇപ്പോൾ. പിന്നെ എൻ്റെ കസിൻ ബ്രദർ ഉണ്ട്, അവനും ഡോക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ഇവർ സിസ്റ്റർ ഡോക്ടറായിരുന്നു, പക്ഷെ എന്നാൽ പോലും എനിക്ക് ആ ഫീൽഡിൽ വലിയൊരു ഇതില്ലായിരുന്നു. ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് എഞ്ചിനീയറിംഗിന് പോകണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നു. കാരണം ഫ്രണ്ട്സിൽ ഒരു എഞ്ചിനീയറിംഗ് ആ ഫീൽഡിലേക്ക് പോവാം. അങ്ങനെ 1 year ഡ്രോപ്പ് എടുത്തു. ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ചിട്ട് എഞ്ചിനീയറിംഗ് റിപ്പീറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് 1 year ഡ്രോപ്പ് എടുത്തു. പ്ലസ് 1 പ്ലസ് 2 അത്ര കാര്യമായിട്ടൊന്നും നോക്കിയില്ല. ഇല്ല, കൺഫ്യൂസ് ചെയ്യുന്നു ഏത് ഫീൽഡ് പോകണം എന്നുള്ള കൺഫ്യൂഷൻ. സയൻസ് ആയിരുന്നു. അപ്പം ഒന്നേ മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്. ആ ടൈമിൽ നിൽക്കുന്ന ഈ രണ്ട് ആ ടൈമിൽ ഭയങ്കരമായിട്ട് എല്ലാവരും വിചാരിക്കാതെ തന്നെയാണ്. സോ അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും എഞ്ചിനീയറിംഗ് ഇപ്പം ഓക്കെ എഞ്ചിനീയറിംഗിന് പോകാന്ന് വിചാരിച്ചിട്ട് റിപ്പീറ്റ് ചെയ്തു. 1 year ഒരു 6 months ആയപ്പോൾ മനസ്സിലായി എഞ്ചിനീയറിംഗ് എനിക്ക് പറ്റിയതല്ല, മാത്സിനെ കൊണ്ട് കഴിയൂല എന്നുള്ള കാര്യം ഉറപ്പായി. സോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബയോളജി എനിക്ക് ഇഷ്ടമായിരുന്നു, നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. സോ കസിന് ഓൾറെഡി ജോർജിയിൽ അഡ്മിഷൻ എടുത്തിരുന്നു, അവിടെ പഠിക്കായിരുന്നു. ഫസ്റ്റ് 1 year കഴിഞ്ഞിരുന്നു. അവൻ ഓൾറെഡി മെഡിസിന് പോകാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അബ്രോഡ് പോയി. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. സോ അങ്ങനെ അന്വേഷിച്ചു. കാരണം എനിക്ക് നീറ്റ് എക്സാം എഴുതാൻ സമയം കഴിഞ്ഞു പോയി. പിന്നെ 1 year റിപ്പീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ എനിക്ക് ടൈം ഇല്ലായിരുന്നു. പിന്നെ ഓൾറെഡി എഞ്ചിനീയറിംഗ് റിപ്പീറ്റ് ചെയ്തു. എഞ്ചിനീയറിംഗ് കിട്ടിട്ടോ, ഇവിടെ നാട്ടിലെ കുസാറ്റിൽ കിട്ടി. പക്ഷെ പോകണ്ടെന്ന് വിചാരിച്ചു ഞാൻ. കാരണം മാത്സിനെ കൊണ്ട് കഴിയില്ല എനിക്ക് മനസ്സിലായതുകൊണ്ട് പോകണ്ടെന്ന് ഉറപ്പിച്ചു. അപ്പോഴാണ് അവൻ ഓൾറെഡി അവിടെ പോയത് അറിഞ്ഞതും. അവന് 1 year കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫീഡ്ബാക്ക് തന്നു, കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങൾ ബയോളജി ഒക്കെ ഇഷ്ടമാണെങ്കിൽ മെഡിസിൻ താല്പര്യം ഉണ്ടെങ്കിൽ കയറിക്കോ എന്ന് പറഞ്ഞു. സോ ഇനി നീറ്റ് റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അബ്രോഡ് പോയിട്ട് MBBS എടുക്കാന്ന് പെട്ടെന്ന് അധികം ടൈം എടുത്തിട്ടില്ല ചിന്തിക്കാൻ. എല്ലാവരും ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര കുറെ സമയം എടുത്തിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് എടുക്കുന്ന ഡിസിഷൻ ആണ്. പക്ഷെ വളരെ ക്വിക്ക് എടുത്ത ഡിസിഷൻ. എങ്ങനെയായിരുന്നു അബ്രോഡത്തെ ആ ഒരു ലൈഫ് കാര്യങ്ങൾ? നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു അക്കാഡമിക്സ് ഒക്കെ? എത്ര സെം അബ്രോഡ്? ആക്ച്വലി ഇപ്പൊ നമുക്ക് നാട്ടില് 4.5 years പ്ലസ് 1 year ഇന്റേൺഷിപ്പ് ആണല്ലോ വരുന്നത്. നമുക്ക് അവിടെ 6 years ടോട്ടൽ കോഴ്സ്. അതായത് അവിടെ ഇന്റേൺഷിപ്പ് അടക്കം 6 years. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ FMG ക്ലിയർ ചെയ്യണം. അത് കഴിഞ്ഞ് 1 year വീണ്ടും നാട്ടിൽ ഇന്റേൺഷിപ്പ് ചെയ്യണം. നാട്ടിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, ഒന്നെങ്കിൽ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിൽ അങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെം ആയിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്? സെം എക്സാം ആണോ ഉണ്ടാവുക? അതെ, അത് 12 സെം വരും. ടോട്ടൽ 6 years ആകുമ്പോൾ 12 semester അങ്ങനെ വരുന്നുണ്ട്. ഇപ്പം പുതിയ റൂൾ പ്രകാരം മാറ്റിയിട്ടുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ 5 year പ്ലസ് 1 year ആക്കിയിട്ടുണ്ട് അവിടെ. അതായത് പണ്ടൊക്കെ ഞാൻ പോയ സമയത്ത് എങ്ങനെ വെച്ചാൽ ഫസ്റ്റ് 3 years നമുക്ക് വെറും ഇത് അക്കാഡമിക്സ്, അത് കഴിഞ്ഞിട്ട് 3 years ക്ലിനിക്കൽസ്, അത് ഹോസ്പിറ്റലിലും ക്ലാസ് വരാം. എന്നിട്ട് അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇന്റേൺഷിപ്പ് പോലെ ആക്കിയിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ 5 years അക്കാഡമിക്സ് പിന്നെ ഇന്റേൺഷിപ്പ് വേറെ ആയിട്ട് ഒരു 1 year അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഇപ്പോഴത്തെ റൂള് പറയുന്നത്. അപ്പൊ സബ്ജക്ട്സിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ടാവോ? ഇപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഇയറിൽ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, അവിടെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷഫിൾ ആയിട്ടാണോ? ചെറുതായിട്ട് അങ്ങോട്ട് മാറും. കാരണം സെക്കൻഡ് ഇയറിലും വരുന്നുണ്ട് അനാട്ടമി 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഓൾമോസ്റ്റ് ലാസ്റ്റിൽ MBBS ടോപ്പിക്സ് ആയതുകൊണ്ടുള്ള സിമിലർ ആണ്. പക്ഷെ ഫോളോ ചെയ്യുന്ന പാറ്റേൺ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതായത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നത് ഇപ്പൊ ഇവിടെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. മീൻസ് സെക്കൻഡ് ഇയർ നമുക്ക് അവിടെ സെക്കൻഡ് ഇയറിൽ വരുന്നത് ഇവിടെ ഫസ്റ്റ് ഇയറിൽ കഴിഞ്ഞിട്ടുണ്ടാവും ചിലതൊക്കെ. അങ്ങനെ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, എബ്രോഡിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഈ ക്ലിനിക്കൽ എക്സ്പോഷർ എങ്ങനെയാണ് ഉള്ളത്, അതേപോലെ നമുക്ക് ഡിസെക്ട് ചെയ്ത് പഠിക്കാനുള്ള കഡാവർ കിട്ടുമെന്നുള്ള. അപ്പം അതൊക്കെ എങ്ങനെയായിരുന്നു അവിടെ? അത് ആക്ച്വലി ഇപ്പം നാട്ടിലത്തെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ അബ്രോഡ് ഭയങ്കര എക്സ്പോഷർ എന്ന് പറയില്ല. അങ്ങനെ തെറ്റാണ്. കാരണം പേഷ്യൻസ് കുറവാണ്. മീൻസ് കമ്പയർ ടു ഇന്ത്യ അത്രയും ആളുകളില്ല. സോ പേഷ്യൻസ് കുറവാണ്. എന്നാൽ പോലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ പോയ സമയത്ത് 2016 പോയതാ. 2016 പോയ സമയത്ത് ആക്ച്വലി അത്ര എക്സ്പോഷർ ഇല്ലായിരുന്നു. കാരണം ക്ലിനിക്സും ഹോസ്പിറ്റൽസൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ പക്ഷെ ഇപ്പം ഞാൻ കുട്ടികളുടെ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് നോക്കുമ്പം അത്യാവശ്യം ക്ലിനിക്കൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. ബട്ട് അഗെയിൻ കമ്പയർ ടു ഇന്ത്യ അത് തന്നെ അത്ര എത്തുന്നില്ല. ഇന്ത്യൻ ഏറ്റവും ബെസ്റ്റ് ഫോർ ക്ലിനിക്കൽ എക്സ്പോഷർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നില്ല കണ്ടു കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ ആണോ?
അതെ അതെ. ഇപ്പം നാട്ടിൽ പ്രൈവറ്റിൽ പഠിക്കുന്നതിന് അവർക്ക് യോജിക്കുന്നില്ല. സോ അത്രയും പൈസ മുടക്കിയിട്ട് പഠിക്കുക, എഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അബ്രോഡ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. മാത്രമല്ല പോസിറ്റീവ്സ് എന്ന് പറയാൻ നല്ലൊരു ഇന്റർനാഷണൽ എക്സ്പോഷറിൽ പഠിക്കാൻ പറ്റും. പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കറക്റ്റ് അറിയണം ഇതിൻ്റെത്. കാരണം എല്ലാവരും കരുതുന്നത് കുറച്ച് പൈസ കൊടുത്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പോയിട്ട് വേഗം പഠിച്ച് ഡോക്ടർ ആയിരാന്നാ. അതാണ് തെറ്റ്. ഒരിക്കലും ഈസി അല്ല. MBBS ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നാട്ടിലായാലും അബ്രോഡ് ആയാലും ഒരിക്കലും ഈസി പാത്ത് അല്ല. നല്ല മെനക്കെടണം. അത് വെറുതെ പൈസ ആയിട്ട് മാത്രം കാര്യമില്ല. പൈസൻ്റെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കാൻ നമ്മളേ ഉള്ളൂ. അത് കഴിഞ്ഞ് നാട്ടിലൊരു FMG എക്സാം ഉണ്ട്, 1 year ഇന്റേൺഷിപ്പ് ഉണ്ട്. സോ ഈ കറക്റ്റ് ഈ പാത്ത് മനസ്സിലാക്കുക, എന്നിട്ട് അതിലൂടെ പോകാൻ റെഡി ആണെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ. എന്തൊക്കെ പ്രിപ്പറേഷൻസ് തന്നെ ചെയ്ത് പോകുന്നതിന് മുമ്പ്, ലൈക്ക് കൺട്രി ചൂസ് ചെയ്യുന്നതിലൊക്കെ കൺഫ്യൂഷൻ കാര്യങ്ങൾ? ഇപ്പോൾ കസിൻ ഉള്ളതിനുണ്ടെങ്കിൽ ഒന്ന് കുറച്ചും കൂടി ഒന്ന്. അതെ, ഇൻ്റെ കേസിൽ ആക്ച്വലി ഞാൻ വല്ലാണ്ട് റിസർച്ച് നടത്തിയിട്ടില്ല. കാരണം ഓൾറെഡി അവരുണ്ടായതുകൊണ്ട് ജോർജിയ എന്നുള്ള ഓപ്ഷൻ ആയിരുന്നു എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പേര് അന്വേഷിച്ചു, അവിടെ ഓൾറെഡി പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് അന്വേഷിച്ചപ്പം കുഴപ്പമൊന്നുമില്ല, കൺട്രി കുറച്ച് സേഫാണ്, അക്കാഡമിക്സ് ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അധികം ആലോചിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ പോകുന്നവരെ ഞാൻ പറയുന്നത് നല്ല റിസർച്ച് ചെയ്തിട്ട് ചെയ്യാം. ഓൾസോ അത് ഭയങ്കര ഏജൻസീസ് നമ്മളുള്ള കോമ്പറ്റീഷൻ ഉള്ള ഒരു സ്ഥലം കൂടി. അപ്പം എന്തായാലും നമ്മൾ പോകുന്ന ഏജൻസിയിൽ നമുക്ക് അത്രയും ട്രസ്റ്റും കൂടി ഉണ്ടാവേണ്ട ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം നമ്മൾ കേൾക്കുന്നുണ്ടാവും കുറെ സ്കാം നടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഭയങ്കര ഒരു അപ്പൊ അന്വേഷിച്ചിട്ട് കറക്റ്റ് മനസ്സിലാക്കുക, അവിടെ പഠിക്കുന്നവരോട് സംസാരിക്കുക, പഠിച്ചു കഴിഞ്ഞ് വന്നവരോട് സംസാരിക്കുക, സാധ്യതകൾ മനസ്സിലാക്കുക, എന്നിട്ട് റിസർച്ച് ഒന്ന് നടത്തുക. ഒരാൾ പറയുന്നത് മാത്രം കേട്ടിട്ട് പോകരുത്, സ്വന്തം മനസ്സിലാക്കിയിട്ട് മാത്രം പോവുക. അതെ അതെ. അവിടെ പോയ ടൈമിൽ ലാംഗ്വേജ് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നോ? ലാംഗ്വേജ് ഓഫ് കോഴ്സ്, കാരണം ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ല, ഇത് സോവിയറ്റ് കൺട്രീസ് ആണ്. ഈ ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖ് ഒക്കെ സോവിയറ്റ് കൺട്രീസ് ആണ്. സോ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഒന്നെങ്കിൽ റഷ്യൻ അല്ലെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ്. പക്ഷേ നമുക്ക് അക്കാഡമിക്സ് ഇംഗ്ലീഷിലാണ് വരുന്നത്, ഈ ഇഷ്യൂസ് ഒന്നുമില്ല. പ്രൊഫസേഴ്സ് ആയാലും ഡോക്ടേഴ്സ് ആയാലും ഇംഗ്ലീഷ് സംസാരിക്കും. സോ അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അവിടെ ജീവിക്കണമെങ്കിൽ ഒന്ന് പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു പച്ചക്കറി വാങ്ങണമെങ്കിൽ പോലും ലോക്കൽ ലാംഗ്വേജ് കുറച്ച് ബേസിക് അറിയണം. പേഷ്യൻസ് ഇംഗ്ലീഷ്, പേഷ്യൻസ് ഒരു ഇപ്പോൾ യങ്സ്റ്റേഴ്സ് സംസാരിക്കും, പക്ഷെ എന്നാലും കുറച്ചൊരു മിഡിൽ ഏജ്, കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കുള്ളൂ. പിന്നെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കും, എന്തായാലും പഠിച്ചു പോകും. 6 years അവിടെ നിൽക്കണം. പിന്നെ നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളും പഠിക്കാനുള്ള സബ്ജക്ട്സ് ഒക്കെ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും ഇന്ററാക്ഷനിൽ വരുന്ന സമയത്ത് തന്നെ പഠിക്കും നമ്മൾ. ഓക്കെ. പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, എബ്രോഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ FMG എന്നുള്ളൊരു വലിയ കടവ് അവിടെ ഉണ്ട്. പക്ഷേ ചേട്ടൻ അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത ഒരാളാണ്. എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റും? പൊതുവേ നമ്മൾ പോകുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ചേട്ടൻ അധികം റിസർച്ച് ചെയ്യാത്തതിനോണ്ട് ഓക്കെ, പക്ഷെ പൊതുവേ എല്ലാവരും ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് FMGന്റെ പാസിംഗ് പെർസെന്റേജ് വളരെ കുറവാണ്. അപ്പം എപ്പോഴാണ് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങൾ തുടങ്ങിയത്? ഇപ്പം ഒരാൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ അഡ്വൈസസ് ആയിരിക്കും കൊടുക്കുക അവർക്ക്? ഞാനിപ്പോൾ MBBS ക്വിക്കായിട്ട് ദൃശ്യനാണ്. ഇപ്പോൾ ഞാൻ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ഫുൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഓക്കെ. സോ ബേസിക്കലി FMGനെ കുറിച്ച് പറയുകയാണെങ്കിൽ FMGയും ഞാൻ ഫസ്റ്റ് റിസർച്ച് എടുത്തിട്ടില്ല. ഒരു 3rd year ഒക്കെ ആയപ്പോൾ എനിക്ക് അറിയാം അങ്ങനെ എക്സാം വരാൻ പോകുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യണം എന്നില്ല അറിയാം. പക്ഷേ 3rd year പ്രിപ്പറേഷൻ നടന്നില്ല, 4th year നടന്നിട്ടില്ല, 5th year നടന്നില്ല, 6th year നടന്നിട്ടില്ല. എല്ലാ കോഴ്സും കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയതിനു ശേഷമാണ് FMG പ്രിപ്പയർ ചെയ്തത്. അത് എനിക്ക് 6 months 5 months ഗ്യാപ്പ് ഉള്ളായിരുന്നു എക്സാമിന്. നാട്ടിലേക്ക് വന്നു, 6 month ഉള്ളായിരുന്നു. 6 month 5 months. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തു, ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല എങ്ങനെ പഠിക്കാൻ. കാരണം എങ്ങനെ പഠിച്ചാൽ കിട്ടാൻ കുറവാണ്. എനിക്ക് കിട്ടിയത് നോക്കണ്ട, ഞാൻ വലിയ പഠിപ്പിച്ചാണ്ട് കിട്ടിയൊന്നല്ല, ഒരു കുറച്ച് ഭാഗ്യം കൊണ്ടും ഞാൻ അത്രയും നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ 5 months. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തത്, കാരണം ഫിസിക്കലി മെൻ്റലി ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സ്റ്റേജിൽ കൂടെ കടന്നുപോയ ടൈമാണത്. സോ 5 months ഉള്ളായിരുന്നു നാട്ടിലേക്ക് എത്തിയ സമയത്ത്. അപ്പം പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. 19 subjects ആണ്. കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് മനസ്സിലായി ഇത് കൂട്ടിയാൽ കൂടൂല, 5 months നടക്കുന്ന പരിപാടിയല്ല എന്നുള്ളത്. സോ പക്ഷെ ആലോചിച്ചു വേറെ ഓപ്ഷൻ ഇല്ല, കാരണം FMG ക്ലിയർ ചെയ്യാതെ നമുക്ക് ലൈസൻസ് ഇല്ല. 6 years പഠിച്ചത് വെറുതെയാണ്, വേസ്റ്റ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈസി അല്ല, വിത്തൗട്ട് FMG നമുക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ആലോചിച്ചിട്ടില്ല. നമുക്ക് നാട്ടിൽ എങ്ങനെയാ ലൈസൻസ് വേണമെന്നില്ല എനിക്കൊരു വാശിയായിരുന്നു. പിന്നെ അത് വേണം എന്തായാലും, ഒബ്വിയസ്ലി നമ്മളിപ്പം ഇവിടുന്ന് പോയ ആളല്ലേ, തിരിച്ചെന്തായാലും നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് എന്തായാലും തിരിച്ച് കയ്യിൽ വേണം. അപ്പം 5 months എന്തായാലും വിചാരിച്ചു എൻ്റെ ഫുള്ള് എഫേർട്ട് കൊടുക്കാമെന്ന്. സോ അങ്ങനെ ഇരുന്നു, ഡേ ആൻഡ് നൈറ്റ് ഇരുന്നു. ഒരു 4 hours ഒക്കെ സ്ലീപ്പ് ഉണ്ടായിരുന്നത് ഡെയിലി. അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്തു. ഒരു 4-5 months എന്തായാലും കൊടുക്കാം, അങ്ങനെ ഇരിക്കേണ്ടി വന്നു. ആ ടൈമത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരുന്നു? എത്ര മണിക്ക് എണീക്കും? ഒരു 4:30 എണീക്കും രാവിലെ. 4:30 എണീക്കും. ഓൺലൈനിൽ ക്ലാസ്സസ് ഉണ്ടാവും FMGൻ്റെ ഒക്കെ, കുറേ പ്ലാറ്റ്ഫോംസ് കുറേ ഉണ്ട്. സോ ക്ലാസ് കേൾക്കും, ഒരു ഈവനിങ് വരെ കേൾക്കും. ചെറിയൊരു ബ്രേക്ക് എന്തെങ്കിലും 1 or 2 hour എടുക്കും. ഫുഡ് കഴിക്കാനും ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ മാത്രമേ ബ്രേക്ക് ഉള്ളായിരുന്നു. എന്നിട്ട് പിന്നെയും പഠിക്കാതിരിക്കും, ഒരു 12 o'clock വരെ വീണ്ടും പഠിക്കും. ആ റുട്ടീനായിരുന്നു ഒരു 4-5 months. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തത്, കാരണം കൂടെ ഉള്ളവർ ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ല ചേട്ടൻ മാത്രമായിരുന്നോ? കുറച്ച് പേര് ക്രാക്ക്, കുറേ പേരുണ്ട് ഫസ്റ്റ് കിട്ടുന്ന ആൾക്കാരോ, പിന്നെ കുറേ പേരുണ്ട്.
എന്താ തോന്നിയത് ഇത് ക്രാക്കായി കഴിഞ്ഞപ്പോൾ? ഇത് ഞാൻ വിചാരിച്ചത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല, എന്തുകൊണ്ടാ ബാക്കിയുള്ളവരപ്പോ ഫസ്റ്റ് അറ്റംപ്റ്റിലാണല്ലോ ക്രാക്ക് ചെയ്തത് പൊതുവെ, പക്ഷെ എത്രയോ അറ്റംപ്റ്റ്സ് എടുത്തിട്ടാണ് കുറെ പേര് ക്രാക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും തോന്നിയോ ലൈക്ക് എന്തുകൊണ്ടാണ് ഇതിന്റെ പെർസെന്റേജ് ഇത്ര പാസിംഗ് പെർസെന്റേജ് അത്രയും കുറവ്? ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ശരിക്കും ആക്ച്വലി ഇത് പാസ്സാവാൻ ഏറ്റവും ഈസി ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഒരു പ്രോപ്പർ പ്രിപ്പറേഷൻ കൊടുക്കൂല. എല്ലാവരും 6 years കഴിഞ്ഞ് നാട്ടിലേക്ക് വരില്ലേ, ഒന്ന് റിലാക്സ് ചെയ്യാം, ഒരു 6 months, എല്ലാ 6 months എക്സാം ഉണ്ട്, ഇയർലി 2 എക്സാം ഉണ്ട് FMG. സോ പൊതുവെ എല്ലാവരും വിചാരിക്കും ഒരു 6 months റിലാക്സ് ചെയ്യാം, അടുത്ത അറ്റംപ്റ്റ് പഠിക്കാമെന്ന് വിചാരിക്കും. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പ്രഷർ കൂടും, അത് നമുക്ക് കിട്ടുന്ന നിർബന്ധമാവും, പ്രഷർ കൂടും, മാത്രമല്ല ടെൻസ്ഡ് ആവും, നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം ആണല്ലോ വരുന്നത്. സോ അതൊരു റീസണാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി 19 സബ്ജക്ട്സ് ഒരുമിച്ച് ബോംബാർഡ് ചെയ്യുന്ന ഒരു പേപ്പറിൽ, സോ അത് ചെറിയ ടൈം ഫ്രെയിമിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അതായിരിക്കും ഈ പെർസെൻറ്റേജ് കുറയാനുള്ള റീസൺ. പിന്നെ പക്ഷെ പ്രോപ്പർ പ്രിപ്പറേഷൻ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് 3rd year മുതലെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നാ. ഒരു 3rd year മുതലെങ്കിലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട്, ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലാണ്ട് ഒരു 6 year ആകുമ്പോഴേക്കും എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായി പ്രിപ്പയർ ചെയ്യുക, പിന്നെ കറക്റ്റ് ഒരു MCQs ഒക്കെ സോൾവ് ചെയ്യാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നതാണ്. കാരണം ഞാൻ മനസ്സിലാക്കി പഠിച്ച എല്ലാവരും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഈവൻ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും സെക്കൻഡിലും കിട്ടിയിട്ടുണ്ട്. പക്ഷേ വേറൊന്ന്, ഇത് സെക്കൻഡിലും 3rd കിട്ടിയിട്ടില്ലെങ്കിൽ ആ ലൂപ്പിൽ കിടക്കുന്ന ആൾക്കാരും കുറേ ഉണ്ട്. പഠിക്കാത്തവരല്ല, പഠിക്കാൻ മോശമുള്ള ആൾക്കാരുമല്ല. പക്ഷേ ഒരു എക്സാം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നത്തെ എഴുതുമ്പോൾ നമ്മൾ ഭയങ്കര ഇത് വരും, ഒരു പ്രഷർ വരും, ടെൻഷൻ വരും. സോ അങ്ങനെ ആ ലൂപ്പിൽ പെട്ട പേരും കുറേ ഉണ്ട്. സോ എങ്ങനെയാലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ മാക്സിമം പ്രിപ്പറേഷൻ കൊടുക്കുക. സിസ്റ്റമാറ്റിക് ആയി കൊണ്ടുപോയാൽ എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് MBBS ജേർണിനെ കുറിച്ച് കുറച്ചും കൂടി ഒന്ന് ചോദിക്കാം. അപ്പോൾ MBBS കയറിയതിന് ശേഷം എന്തെങ്കിലും പെർസെപ്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇതിനെ കുറിച്ച്? അതായത് MBBS വിചാരിച്ചു ലൈക്ക് ഇപ്പൊ സപ്പോസ് പഠിക്കാൻ കുറവാന്ന് വിചാരിച്ചു കയറി കഴിഞ്ഞപ്പോൾ പഠിക്കാനുള്ളതിന്റെ വാസ്റ്റ്നെസ് മനസ്സിലാവുന്നത്. മെയിൻ മനസ്സിലാക്കിയ ഒരു കാര്യം, MBBS കഴിഞ്ഞാലും പഠിത്തം തീരുന്നതാണ്. ലൈഫ് ലോങ് പഠിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത്, പേഷ്യൻസ് നോക്കുന്ന സമയത്തും നമ്മളെപ്പോഴും ബുക്ക് ആയിട്ട് അല്ലെങ്കിൽ നോളജ് ടച്ച് വേണം. കാരണം വേറെ ജോബിന്റെ പോലെ പഠിത്തം കഴിഞ്ഞ് ഡിഗ്രി കിട്ടി കഴിഞ്ഞാൽ എല്ലാം ആയിന്ന് പറ്റില്ല. നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം, ഡൗട്ട്സ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം. അത് ലൈഫ് ലോങ് ചെയ്യണം. ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ചെയ്യണമെന്നുള്ള കാര്യം മനസ്സിലാക്കി. ഓക്കെ, അതേപോലെ തന്നെ കോളേജ് ടൈമിലത്തെ എന്തെങ്കിലും അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, എന്തെങ്കിലും ക്ലിനിക്സ് ആവാം, ചിലപ്പം ഫ്രണ്ട്സ് ആയിട്ടുള്ളതാവാം. എങ്ങനെയായിരുന്നു അവിടുത്തെ മൊത്തത്തിലുള്ള സോഷ്യൽ ലൈഫ്? എങ്ങനെയായിരുന്നു അത്? ആക്ച്വലി വളരെ നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ജോർജിയയിലെ കാലഘട്ടം. അടിപൊളിയാണ്. ഹോസ്റ്റലൊക്കെ 6 years ഞാൻ അപ്പാർട്ട്മെന്റ് എടുത്തിരുന്നു. ഫ്രണ്ട്സ് 4-5 പേരുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. നാട്ടിലൊക്കെ എല്ലാ ആൾക്കാരൊക്കെ മലയാളീസ് തന്നെയാണ്. സോ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു ഇന്റർനാഷണൽ എക്സ്പോഷറിൽ പഠിക്കാൻ പറ്റുക, നല്ല ഫെസിലിറ്റിയിൽ ജീവിക്കാൻ പറ്റുക. ലൈഫും കുറേ മാറും. നമ്മൾ സ്വയം മെച്ചപ്പെടും. കാരണം സ്വന്തം ജീവിക്കില്ല, ആരുമില്ല, പാരൻസ് ഇല്ല, സപ്പോർട്ടിന് ആരുമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വയം ചെയ്യണം. ഒരു 19-20 വയസ്സിൽ നമ്മൾ പോവുകയാണ്. സോ ആ ടൈമിൽ നമ്മൾ സ്വയം പര്യാപ്തരാകുക എന്ന് പറയുമ്പം കുറേ കാര്യങ്ങൾ നമുക്ക് ബെനിഫിഷ്യലായി വരും ലൈഫിൽ. ഓക്കെ, അപ്പം ഈ ഏറ്റവും അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവരായിട്ടുള്ള മെമ്മറീസ് ആയിരിക്കും. എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഏറ്റവും അൺഫോർഗറ്റബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം പിന്നെ എവിടെ ഒരു ഡോക്ടറായി കയറിയതിന് ശേഷം എന്തെങ്കിലും അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ വല്ല പേഷ്യൻസിന്റെ? അത് കുറേ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് ഞാൻ ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറേ പാവപ്പെട്ട രോഗികൾ നമുക്കില്ലത്. സോ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് തോന്നും നമ്മൾ ഹെൽപ്ലെസ് ആണ്. നമുക്ക് മെഡിക്കൽ സയൻസിനും നമുക്കും ചെയ്യാൻ പറ്റുന്നതിലപ്പുറം രോഗം കൊണ്ടും അവരുടെ പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഇടങ്ങേറാവുന്ന കുറേ ആൾക്കാരുണ്ട്. സോ ഞാൻ മനസ്സിലാക്കി എമ്പത്തി എന്നുള്ള സംഭവം വളരെയധികം വേണം ഈ ഫീൽഡിൽ നിൽക്കണമെങ്കിൽ. അത് അങ്ങനെ കുറേ ടച്ചിങ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ നമ്മൾ പറയും ഇപ്പം ഒബ്വിയസ്ലി ഡോക്ടേഴ്സിന് സാലറി കുറേ കോൺട്രവേഴ്സി കുറവാണ്. അതിലെന്താ പറയാനുള്ളത്? അഫ്കോഴ്സ് കുറവ് തന്നെയല്ലേ ഡോക്ടേഴ്സിന് സാലറി. വളരെ നമ്മൾ ഇടുന്ന എഫേർട്ട് മാത്രമല്ല, ഒരു 6 years ബാക്ക് ഉള്ള ഒരു സെയിം പേ സ്കെയിലാണ് ഇപ്പോഴും പോകുന്നത്. അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ലോഡ് കൂടുന്നുണ്ട്, അസോൾട്ടും എല്ലാം കൂടുന്നുണ്ട്. അതിന് നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ ഒരു ബേസിക് ഒരു ഹ്യൂമൻ വർക്ക് ചെയ്യുന്നതിന് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ്സോ സാലറിയോ ഇൻക്രിമെൻ്റോ ഒന്നും ഇല്ല ഇതിൽ. റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ഫൈൻ. പക്ഷെ ആളുകൾ കാണുന്നത് വെച്ചാൽ ഡോക്ടേഴ്സ് ആണെങ്കിൽ അതൊരു ഓൾറെഡി ഒരു പ്രിവിലേജ്ഡ് ആണ്, സർവീസ് ആണ്. പക്ഷേ നമ്മൾ ഹ്യൂമൻസ് ആണെന്നുള്ളത് പലരും മറക്കുന്നുണ്ട്. നമുക്കൊരു സോഷ്യൽ ലൈഫ് ഉണ്ട്, ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട്, നമുക്ക് ഫാമിലി ഉണ്ട്, കാര്യങ്ങളുണ്ട്. അത് ആളുകൾ പലരും മറക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സമയത്തും. മേ ബി ഒരു ഡേ അതിന് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുമായിരിക്കും, വരട്ടെ. അതേപോലെ എപ്പോഴാണ് അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായി തുടങ്ങിയത്, റീൽസ് കാര്യങ്ങളിലൊക്കെ?
സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറുണ്ട് ഓൾറെഡി പണ്ട് മുതലേ, പക്ഷേ റീൽസ് ഒന്നും ചെയ്യാറില്ല. എനിക്ക് കുറച്ചൊരു ഇൻട്രോവേർട്ട് ആണ്. ബട്ട് നമ്മളെ പബ്ലിക് ആക്കിയത് അതെ റീസെന്റ് ആണ് ഞാൻ റീൽസ് ഒക്കെ ചെയ്തത്. അതന്നെ വെറുതെ എന്റെ ഒരു ഫൺ ടൈമിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുക, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ചെയ്യുക. ഞാൻ ചേട്ടന്റെ മറ്റേ ആന്റിബയോട്ടിക്കിന്റെ റീല് വെച്ചിട്ടാണ് പ്രൊഫൈൽ. റിയൽ ലൈഫിൽ എപ്പോഴും വരുന്ന എക്സ്പീരിയൻസ് ആണ് ഒക്കെ. അങ്ങനെ ചെയ്യാന്നിരിക്കുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണൊക്കെ. ഓക്കെ. എപ്പോഴപ്പോ ഒരു ബാലൻസ് എപ്പോഴാണ് വന്നു തുടങ്ങിയത് ഈ വർക്ക് ലൈഫും സോഷ്യൽ മീഡിയ അതേപോലെ ബാക്കിയുള്ള പാഷൻസ് ഒക്കെ? ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒരു കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുമ്പോൾ രസമാണത്. നമുക്കൊരു സോഷ്യലി ഔട്ട് ഓഫ് ദീസ് ബുക്സ് ആ ഒരു ക്ലിനിക്ക് ഹോസ്പിറ്റൽ ഷെഡ്യൂൾ ചെയ്ത് ചെയ്തു പോകുന്ന ഒരാളല്ല. ഫ്രീ ടൈം അനുസരിച്ചിട്ട് അതെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് കിട്ടുന്ന സമയത്തും ചെയ്യാത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്ലാൻഡും ഇതൊന്നും ഇല്ല. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് ഇയർ മെഡിക്കോസ് എടുത്ത് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ എബ്രോഡ് പോകുന്നവരായാലും ഇവിടെ MBBS പഠിക്കുന്നവരായാലും നമുക്കറിയാം MBBS കോമൺ ആയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഫേർട്ട് എടുക്കണം, നല്ല ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇൻവോൾവ്മെന്റ് വരുന്ന ഒരു സംഭവമാണ്. എന്താണ് അവരുടെ അടുത്ത് കൊടുക്കാനുള്ള അഡ്വൈസ്? എനിക്ക് പറയാനുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നാട്ടിൽ പഠിക്കുന്നവരായാലും പുറത്ത് പോകുന്നവരാണ് ഫസ്റ്റ് ഇയർ ആണ് അവർ ആ ഒരു ട്രാക്കിൽ കയറേണ്ട ടൈം. എസ്പെഷ്യലി അബ്രോഡ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഒരിക്കലും ഉഴപ്പരുത്. കാരണം ഫസ്റ്റ് ഇയറിൽ ഉഴപ്പാൻ ചാൻസ് കൂടുതലാണ്. കാരണം പുതിയൊരു കൺട്രിയിലേക്ക് എത്തുകയാണ്, പുതിയൊരു വേൾഡ്, പുതിയ ഫ്രണ്ട്സ്, കുറേ എക്സ്പ്ലോർ ചെയ്യാൻ കാര്യങ്ങളുണ്ട്. സോ ആ ടൈമിൽ നമ്മൾ പഠിത്തമൊന്നും മറക്കും. സോ അങ്ങനെ മറന്നു കഴിഞ്ഞാൽ അവിടെ ലാബ്സ് വന്നാൽ അതുപോലെ കീപ്പ് ഓൺ ആവും. ആ ലാബ്സ് ഇങ്ങനെ ഗ്രോ ചെയ്ത് പോകും. സോ ഫസ്റ്റ് ഇയർ ഒരിക്കലും പഠിത്തം മറക്കരുത്. ബാക്കിയെല്ലാം കൊണ്ടുപോകും, അതിൻ്റെ കൂടെ പഠിത്തം മറക്കാതെ പോയി കഴിഞ്ഞാൽ നോ ഇഷ്യൂസ്. ഓക്കെ. സോ നമ്മൾ ഓൾമോസ്റ്റ് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. നൗ വി വിൽ ഗെറ്റ് ഇൻ ടു ദ റാപ്പിഡ് ഫയർ റൗണ്ട്. സോ ഫേവറേറ്റ് സബ്ജക്ട് ഇൻ MBBS? എല്ലാം കണക്കായിരുന്നോ? അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടം സർജറിയാണ് ഇഷ്ടം. ഓക്കെ. അപ്പൊ ഭാവിയിൽ ഒരു സർജനെ കാണാൻ പറ്റും? ചാൻസ് ഉണ്ട്. ഓക്കെ. ലീസ്റ്റ് ഫേവറേറ്റ് സബ്ജക്ട് ഉണ്ടായിരുന്നോ? ബയോകെമിസ്ട്രി. ഏർലി മോർണിംഗ് ബേർഡ് ആയിരുന്നോ ലേറ്റ് നൈറ്റ് ഔളാണോ? ഏർലി മോർണിംഗ്. നമ്പർ ഓഫ് hours you sleep during MBBS യൂണിവേഴ്സിറ്റി എക്സാംസ്? ഉറങ്ങാറുണ്ടായിരുന്നു? 5-6 hours. 4 hours, maximum 5 hours. ഓക്കെ. എക്സാമിന്റെ തലേന്ന് എത്ര ഉറങ്ങിയിട്ടുണ്ട്? FMGന്റെ തലേന്ന് 6 hours ഉറങ്ങിയിട്ടുണ്ട്. അവിടെ പോയി ഉറങ്ങേണ്ടി വരും. പഠിച്ചൊക്കെ പോകുന്ന ഉറപ്പായതുകൊണ്ട് അത്യാവശ്യം ഉറങ്ങിയിട്ടാ പോയത്. ഓക്കെ. വിച്ച് ഇസ് ഹാർഡർ, MBBS or FMG? For me it was FMG. FMG ആണ്. ഓക്കെ. Your go to stress relief? Football. One thing you love about MBBS? The capability to treat someone and be in their hardship. Okay. One thing you hate about MBBS? Currently ഒരു വർക്ക് ലൈഫ് ചില സമയത്ത് കുറച്ച് കുറവാന്ന് തോന്നിയിട്ടുണ്ട്. മീൻസ് ഒരു ബാലൻസ് ചില സമയത്ത് ബുദ്ധിമുട്ടാണ്. Okay. Was all the effort worth it? Of course. ആണ്. മെഡിസിൻ അല്ല എടുത്തതെങ്കിൽ എന്തായി മാറുമായിരുന്നു? ഒന്നെങ്കിൽ ഞാൻ ഫുട്ബോളിന്റെ ബാക്കിൽ പോയിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത എഞ്ചിനീയറിംഗ് പോയിരുന്നു. എഞ്ചിനീയർ ആകുമായിരുന്നു. Okay. So with this we are coming to the end of the session. This is Radhika Diju signing off. This is Dr. Rizin. Thank you.